So hi friends, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് തിയറി ഓഫ് സ്ട്രക്ചർ 1 ലെക്ചർ സീരീസിലെ മൊഡ്യൂൾ 2 ആയിരുന്നു. സോ മൊഡ്യൂൾ 2ലെ സ്ട്രെസ് സ്ട്രെയിനിൻ്റെ വേരിയസ് ആസ്പെക്റ്റ് ആയിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. സോ നമ്മൾ പ്രീവിയസ് സെഷനിൽ ഡിസ്കസ് ചെയ്തത് മെയിൻലി സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് മൈൽഡ് സ്റ്റീൽ ആൻഡ് ഡിഫോർമേഷൻ ഓഫ് എ ബാർ ഡ്യൂ ടു സെൽഫ് വെയ്റ്റും ആയിരുന്നു. സോ അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്ന കോൺസെപ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ ആണ്. സോ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഒരു ബാറിൽ ഒരു ടെൻസൈൽ അല്ലെങ്കിൽ കംപ്രസീവ് രണ്ട് എൻഡിൽ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. സോ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ആ ബാറിനുണ്ടാകുന്ന ഡിഫോർമേഷനെ കുറിച്ചായിരുന്നു നമ്മൾ പ്രീവിയസ് സെഷനിൽ ഡിസ്കസ് ചെയ്തത്. സോ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ എപ്പോഴാണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ബാറിൽ തന്നെ ഒന്നിൽ കൂടുതൽ പോർഷനിൽ നമ്മുടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കാം. സംടൈംസ് എ ബോഡി ഈസ് സബ്ജക്റ്റഡ് ടു എ നമ്പർ ഓഫ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ഇറ്റ്സ് ഔട്ടർ എഡ്ജസ് ആസ് വെൽ ആസ് അറ്റ് സം അതർ സെക്ഷൻസ് അലോങ് ദി ലെങ്ത് ഓഫ് ദി ബോഡി. അതായത് ഈ ഒരു സെക്ഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതൊരു ടോട്ടൽ ബാർ എന്ന് പറയുന്നത് AD ആണ്. ഈ AD എന്ന് പറഞ്ഞ ബാറിൻ്റെ ഔട്ടറിലും അതുപോലെ തന്നെ ഇന്നർ പോർഷനിലും നമുക്ക് ലോഡ് വരുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു കേസിൽ നമുക്ക് ഈ ബോഡിയുടെ ടോട്ടൽ ഡിഫോർമേഷൻ കണ്ടുപിടിക്കാനായിട്ട് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ യൂസ്ഫുൾ ആയിട്ട് വരും. സോ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? അതിനായിട്ട് നമ്മൾ ഈ ഒരു ഫോഴ്സ് വരുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു ടോട്ടൽ സെക്ഷനെ അല്ലെങ്കിൽ ടോട്ടൽ ബോഡിയെ നമ്മൾ ഇൻഡിവിജ്വൽ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യും. സോ AD എന്ന് പറയുന്ന ടോട്ടൽ ബാറിനെ ഞാൻ ഈ ലോഡ് വരുന്ന 10 kN വരുന്ന B എന്ന് പറയുന്നൊരു പോർഷനും അതുപോലെ തന്നെ 20 kN വരുന്ന C എന്ന് പറയുന്ന ഒരു പോർഷനും ആക്കി. So total AD അല്ലെങ്കിൽ total body is divided into 3 sections of 2 meter length, 1 meter length and 1.5 meter length. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഈ ഓരോ സെക്ഷനും ഇൻഡിവിജ്വൽ ആയിട്ട് എടുത്തിട്ട് ആ സെക്ഷൻ്റെ ഡിഫോർമേഷൻ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ റിസൾട്ടിംഗ് ഡിഫോർമേഷൻ ഓഫ് എ ബോഡി ഈസ് ഈക്വൽ ടു ദി ആൽജിബ്രൈക് സം ഓഫ് ദി ഡിഫോർമേഷൻ ഓഫ് ഇൻഡിവിജ്വൽ സെക്ഷൻസ്. സോ നമ്മൾ ഈ ഒരു ടോട്ടൽ ബോഡിയുടെ കണ്ടുപിടിക്കാനായിട്ട് ഓരോ ഇൻഡിവിജ്വൽ സെക്ഷൻ്റെ ഡിഫോർമേഷൻ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നു. സോ ആ ഇൻഡിവിജ്വൽ സെക്ഷനിൽ ഉണ്ടാവുന്നത് ടെൻഷൻ ആണെന്നുണ്ടെങ്കിൽ ഇലോങ്ങേഷൻ ആയിരിക്കും സംഭവിക്കുന്നത്. ഓക്കെ, ഇലോങ്ങേഷൻ ആണെങ്കിൽ വി ക്യാൻ ടേക്ക് ദാറ്റ് ഇലോങ്ങേഷൻ ആസ് പോസിറ്റീവ്. ഈ ഒരു സെക്ഷൻ എടുക്കുമ്പോൾ ആ സെക്ഷനിൽ സംഭവിക്കുന്നത് കംപ്രഷൻ ആണെങ്കിൽ അവിടെ ഷോർട്ടനിങ് ആയിരിക്കും ഉണ്ടാവുന്നത്. സോ അത് നമുക്ക് നെഗറ്റീവായിട്ട് എടുക്കും. അതാണ് ഇവിടെ ആൽജിബ്രൈക് സമ്മിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. സോ എല്ലാം ഇപ്പോൾ വൺ ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ് ആണെങ്കിൽ അതർ ഷുഡ് ബി ടേക്കൺ ആസ് നെഗറ്റീവ്. സോ അങ്ങനെ കണ്ടുപിടിക്കുന്ന റിസൾട്ടിംഗ് ഡിഫോർമേഷൻ ആയിരിക്കും ഈ ഒരു ബോഡിയുടെ ടോട്ടൽ ഡിഫോർമേഷൻ എന്ന് പറയുന്നത്. Such a principle of finding the resultant deformation is called the principle of superposition. സോ നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ടോട്ടൽ സെക്ഷനെ AB, BC ആൻഡ് CD ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. നമുക്കറിയാം ഒരു ബോഡിയുടെ ടോട്ടൽ ഡിഫോർമേഷൻ എങ്ങനെയാണ്? ഇറ്റ് ഈസ് PL/AE. So P is the external load, L is the length of the specimen, A is the area of cross section and E is the modulus of velocity. So ഈ ഒരു സെക്ഷനിൽ ഡിഫറെൻറ്റ് സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ലോഡ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ആൻഡ് ഓരോ സെക്ഷൻ്റെയും ലെങ്ത് നമുക്കറിയാം. ഈ ഒരു ബാറിൻ്റെ ടോട്ടൽ ഏരിയ ക്രോസ് സെക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ലെന്ന് വിചാരിക്കുക. സോ A is a constant for each section. AB, BC and CD, the area cross section is same. We are using the same material. The modulus of velocity will be same for each section. AB, BC and CD, the cross section area and modulus of velocity will be same. Okay, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സെക്ഷനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. സോ ഫസ്റ്റ് സെക്ഷൻ എടുക്കുന്നു. സോ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് AB എന്ന് പറയുന്ന സെക്ഷനാണ്. ഓക്കെ, ഈ AB എന്ന് പറയുന്ന സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കുക, റൈറ്റ് സൈഡ് ആൾജിബ്രൈക് സം നോക്കുക. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ എത്രയാണ് ഫോഴ്സ് വരുന്നത്? 60 kN. സോ B എന്ന് പറയുന്ന പോർഷൻ്റെ റൈറ്റ് സൈഡ് ഫുള്ളായിട്ട് നോക്കുക. അതായത് 10 kN ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട്, 20 ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട്, 50 ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ 15, 20 സെയിം ഡയറക്ഷൻ ആണ്. So 50 plus 20 is 70 and 10 kN is acting in the other direction. So the resultant force act here will be 60 kN itself. Okay, 60 kN will be in tensile nature. So ഈ ഒരു ടോട്ടൽ സെക്ഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റ് എൻഡിലും റൈറ്റ് എൻഡിലും ഒരു 60 kN ആക്ട് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഈ AB എന്ന് പറയുന്ന സെക്ഷൻ്റെ നമുക്ക് ഡിഫോർമേഷൻ കണ്ടുപിടിക്കാം. സോ P1 will be the force acting, that is 60. And L1 will be the length of that section AB, and A and E are same throughout. So a cross section area will be same, and modulus of velocity, since using the same material, modulus of velocity will be a constant. And second section നമ്മൾ എടുക്കുന്നു. So BC എന്ന് പറയുന്ന സെക്കൻഡ് സെക്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ
ഈ ലെഫ്റ്റ് ഹാൻഡിലും റൈറ്റ് ഹാൻഡിലും വരുന്ന ആൾജിബ്രായിക് സം ഓഫ് ഫോഴ്സ് എടുക്കണം. സോ ഈ ലെഫ്റ്റ് ഹാൻഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ്? ബി എന്ന് പറയുന്നതിന്റെ ലെഫ്റ്റ് ഹാൻഡിലോട്ട് 60 കിലോ ന്യൂട്ടൺ ഉണ്ട്, 10 കിലോ ന്യൂട്ടൺ ഉണ്ട്. സോ 60 + 10 70 കിലോ ന്യൂട്ടൺ ആയിരിക്കും ഇങ്ങനെ ആക്ട് ചെയ്യുന്നത്. ഈ ഒരു സെക്ഷന്റെ റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 50 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ 20 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. 50 + 20 it is again 70 കിലോ ന്യൂട്ടൺ. ദാറ്റ് ഇസ് ടെൻസൈൽ ഇൻ നേച്ചർ. ഓക്കെ, സോ ഇനിഷ്യലി നമ്മൾ ടെൻസൈൽ ആയിരുന്നു. ടെൻസൈലിനോടാണെങ്കിൽ ഇലോങ്ങേഷൻ ആയിരിക്കും സംഭവിക്കുന്നത്, ഇവിടെയും ഇലോങ്ങേഷൻ ആയിരിക്കും സംഭവിക്കുന്നത്. സോ വി ആർ ടേക്കിംഗ് എവറിത്തിങ് ആസ് പോസിറ്റീവ്. സോ പ്ലസ് P2. So P2 will be 70 kilonewton into L2 will be 1 meter divided by A and D are same for this section also. Okay, the third section if we taking and that section is CD. CD യുടെ റൈറ്റ് സൈഡിൽ എത്രയാണ് ലോഡ്? 50 kilonewton ആണ്. ഓക്കെ, ഇനി നമ്മൾ C എന്ന് പറയുന്നതിന്റെ ലെഫ്റ്റിലോട്ടുള്ള ആൾജിബ്രായിക് സം ഓഫ് ഫോഴ്സ് എടുക്കുന്നു. 60 kilonewton is acting like this and plus 10 it is acting same direction. So 60 plus 10 70 minus 20, since it is acting in the positive x direction and this is acting negative x direction, so resultant force will be 50 kilonewton acting in the negative x direction. This section CD is subjected to a tensile load of 50 kilonewton. Okay, so again plus sign, that is P3 will be 50 and L3 will be 1.5 divided by A and D will be same for this section also. സോ അങ്ങനെ നമുക്ക് ഓരോ സെക്ഷന്റെ ഇൻഡിവിജ്വൽ ആയിട്ട് ഡിഫോർമേഷൻ കണ്ടുപിടിക്കാം. ഈ ഡിഫോർമേഷൻ ആഡ് ചെയ്യുന്നതായിരിക്കും ടോട്ടൽ സെക്ഷന്റെ ഡിഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് കോൾഡ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ. നമുക്കൊരു ഇല്ലസ്ട്രേറ്റീവ് എക്സാമ്പിൾ നോക്കാം. എ ബ്രാസ് ബാർ ഹാവിംഗ് എ ക്രോസ് സെക്ഷണൽ ഏരിയ 500 mm² is subjected to an axial force as shown in the figure. Okay, this is given to you. Find the total elongation of the bar. Take modulus of velocity is equal to 80 GPa. ഓക്കെ, നമുക്കൊരു ബാർ തന്നിട്ടുണ്ട്. ആ ബാറിന്റെ ഇൻഡിവിജ്വൽ സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ലോഡ് തന്നിട്ടുണ്ട്, അതിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. ടോട്ടൽ ഇലോങ്ങേഷൻ ഓഫ് ദി ബാർ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ടോട്ടൽ ഇലോങ്ങേഷൻ ഓഫ് ദി ബാർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ടോട്ടൽ ബാറിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് എ ബി എന്ന് പറയുന്ന സെക്ഷനാണ്. എ ബി എന്ന് പറയുന്ന സെക്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത് എത്രയാണ്? 500 mm ആണ്. ആ 500 mm ആക്ട് ചെയ്യുന്ന ലെഫ്റ്റ് സൈഡിൽ ആക്ട് ചെയ്യുന്ന ലോഡ് 100 കിലോ ന്യൂട്ടൺ ആണ്. റൈറ്റ് സൈഡിൽ എടുക്കുമ്പോൾ ആൾജിബ്രായിക് സം എടുക്കണം. സോ 80 + 50 it is 130. 130 minus 30 it is 100 itself. So acting in the positive x direction. So ഈ ലോഡിന്റെ നേച്ചർ എങ്ങനെയാണ്? It will be a tensile nature. So tensile nature ആകുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇലോങ്ങേഷൻ ആയിരിക്കും, നമ്മൾ പോസിറ്റീവ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ലെങ്ത് എടുക്കുമ്പോൾ we have the resultant force on the section B will be 100 is acting like this and 80 is acting like this. So resultant will be 20 kilonewton acting like this in the negative x direction. So that is shown here. And if we take the right side of the C, we have 50 kilonewton acting in the positive x direction and 30 kilonewton acting negative x direction. So the resultant will be again 20 kilonewton in the positive x direction. So this will be the resultant force on the section BC. ഈ ഫോഴ്സിന്റെ നേച്ചർ എന്ന് പറയുന്നത് ടെൻസൈൽ ആണ്. സോ ഡിഫോർമേഷൻ വിൽ ബി ഇൻ ദി elongation happens and the deformation will be considered as positive. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ സെക്ഷൻ എടുക്കുന്നു, സി ഡി എന്ന് പറയുന്നത്. സോ സി ഡി എന്ന് പറയുന്ന സെക്ഷനിലെ റൈറ്റ് സൈഡിൽ ആക്ട് ചെയ്യുന്ന ലോഡ് 30 കിലോ ന്യൂട്ടൺ ആണ്. ലെഫ്റ്റ് സൈഡിൽ ആക്ട് ചെയ്യുന്ന ലോഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിന്റെ ആൾജിബ്രായിക് സം എടുക്കുന്നു. ആൾജിബ്രായിക് സം എടുക്കുമ്പോൾ എത്രയാണ്? 100 is acting like this, 80 and 50 acting like this. So 130 here and 100 here. So resultant again 30 kilonewton acting in the positive x direction here. So ഇതിന്റെ നേച്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? It will be compressive in nature. So ഈ രണ്ട് ഫോഴ്സ് ഈ ഒരു ബാറിനെ കംപ്രസ് ചെയ്യാനാണ് നോക്കുന്നത്. സോ നമുക്കറിയാം എങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിഫോർമേഷൻ ഓഫ് ദി ബാർ വിൽ ബി 1/EI into P1L1 plus P2L2 minus P3L3 because we have a compressive force acting on the segment CD. And other two sections AB and BC we are having a tensile load. So അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1/A is cross section area is 500 mm² and modulus of velocity E is equal to 80 GPa. 80 GPa should be converted into Newton per mm². So 80 into 10 raised to 3 into P1. So P1 will be first segment. ഈ first segment ആക്ട് ചെയ്യുന്ന ലോഡ്. So 100 kilonewton ആണ്. So 100 into 10 raised to 3 Newton into the length of the specimen, that is 500 mm plus second segment ആക്ട് ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് it is
20 kilonewton. So 20 into 10 raised to 3 into length of the specimen will be again 1000 minus that minus 30 kilonewton. So we have a compressive load acting on the third specimen. So it should be negative. Minus 30 into 10 raised to 3 into the length of the specimen will be 1200. So we get the final value as 0.85 mm. So this will be the total deformation of the bar when a bar is subjected to the internal forces also. Okay, so this superposition principle or application ആണ്. Superposition principle യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു ബാറിന്റെ ടോട്ടൽ ഡിഫോർമേഷൻ കണ്ടുപിടിക്കാം. സോ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രെസ് ഇൻ എ ബാർ ഓഫ് വേരിയിങ് ക്രോസ് സെക്ഷൻ ആണ്. ഓക്കെ, നമുക്കിവിടെ ഒരു വേരിയിങ് ക്രോസ് സെക്ഷൻ ഉള്ള ഒരു ബാർ ഉണ്ട്. ആ ബാറിന്റെ ടോട്ടൽ ഡിഫോർമേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? സോ നമുക്കിവിടെ ഒരു ബാർ ഉണ്ട്. ആ ബാറിന് 3 സെഗ്മെന്റ് എ ബി ബി സി ആൻഡ് സി ഡി ഉണ്ട്. അതിന്റെ ഫസ്റ്റ് സെക്ഷന്റെ ഏരിയ A1 ആണ്, സെക്കൻഡ് സെക്ഷന്റെ ഏരിയ A2 ആൻഡ് കറസ്പോണ്ടിങ് A3 ഫോർ ദ CD. And length of the segment are L1, L2, L3 respectively. So it is subjected to tensile force P. Okay, only at the ends. So the parameters are P is the force acting on the body and E is the modulus of velocity body. The whole body is made of a single material. So the modulus of velocity of the total section will be same. And L1 is the length of the segment 1 and A1 is the cross section area of section 1, and similarly L2, A2, L3, A3 are the length and cross section area of segment BC and CD respectively. So ഈ ഒരു സെക്ഷന്റെ ഡിഫോർമേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത്, നമുക്കറിയാം ഒരു ടോട്ടൽ ബാറിന്റെ ഡിഫോർമേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് PL/AE ആണ്. സോ ഇതിനകത്ത് നമ്മൾ ഇൻഡിവിജ്വൽ സെക്ഷൻസ് കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സെക്ഷന്റെ ഡെൽറ്റ L1 എന്താണ്? ഇറ്റ് ഇസ് PL1 divided by A1 into E. So P is the load acting on the segment AB and B എന്ന് പറയുന്ന പോർഷനിൽ നമ്മൾ algebraic sum of force on the right side എടുത്താൽ മതി. That is will be again P. So the segment AB will be in a total tension and the deformation will be P into L1 divided by A1 is the cross section area of the segment AB and E is the modulus of velocity. Similarly, the second area or the second segment BC, the deformation delta 2, it is equal to P into L2 divided by A2 into E. So ഈ ഒരു സെഗ്മെന്റിൽ ആക്ട് ചെയ്യുന്ന ലോഡും സെയിം തന്നെ ആയിരിക്കും. സോ ഈ ഒരു സെഗ്മെന്റിൽ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് P again. So P into L2 divided by A2 is the area of the second segment and E is the modulus of velocity. Similarly, we can consider the third segment. So that will be P into L3 divided by A3 into E. So the total deformation of the bar can be summarized as delta L is equal to delta L1, delta L2, delta L3, etc. Okay, so we have to sum up all the deltas. So first segment it is PL1 by A1 into E plus P2L2 divided by A2 into E plus P3L3 divided by A3E and so on. Total load P and modulus of velocity are constant or same for all sections. So we can take it outside. And the remaining thing, it is L1 by A1 plus L2 by A2 plus L3 by A3 etc. and so on. So ഈ ഒരു സെഗ്മെന്റിന്റെ മാത്രമല്ല നമ്മൾ ടോട്ടൽ ആയിട്ട് പറഞ്ഞു, ഈ ഒരു സെഗ്മെന്റ് വരുമ്പോൾ P3 by L3 വരെ. അതുപോലെ തന്നെ ചില സെക്ഷന്റെ കേസിൽ ഈ ഓരോ സെക്ഷനും ഡിഫറെന്റ് മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സെക്ഷന്റെ modulus of velocity will not be a constant one. So in that condition, delta L is equal to P into L1 divided by A1 E1 plus L2 divided by A2 E2 plus L3 divided by A3 E3. So each section, the modulus of velocity is different because each section is made of different materials. നമുക്ക് അതിന്റെ ഒരു illustrative example നോക്കാം. An automobile component shown in the figure 3.2 is subjected to a tensile load of 160 kilonewton. Determine the total elongation of the component if the modulus of velocity is 200 GPa. Okay, so ഒരു ഓട്ടോമൊബൈലിലെ കമ്പോണന്റ് തന്നിട്ടുണ്ട്. ഈ കമ്പോണന്റിൽ ആക്ട് ചെയ്യുന്ന ലോഡ് ഇറ്റ് ഈസ് 160 kilonewton. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി ബോത്ത് സെഗ്മെന്റ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലെങ്ത് ഓഫ് ദി ഈ സെഗ്മെന്റ് തന്നിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം ഈ പാരാമീറ്റേഴ്സ് എല്ലാം ഒന്ന് പ്രോപ്പർ ആയിട്ട് ലിസ്റ്റ് ചെയ്യാണ്. ടെൻസൈൽ ലോഡ് P is 160 kilonewton. So making to 160 into 10 raised to 3 Newton. Length of the segment 1 is 90 mm. Segment 2 is 120 mm. And area of the first segment is 50 mm square. And area of the second segment is 100 mm square. Modulus of velocity is 200 GPa
So 200 into 10 raised to 3 Newton per mm square. Okay. So in the total deformation it is ഇവിടുത്തെ കേസിൽ രണ്ട് മെറ്റീരിയൽസും സെയിം ആണ്, അതുപോലെ തന്നെ ലോഡ് വരുന്നത് സെയിം ആണ്. So P and modulus of elasticity will be same for both the materials. So P by E into L1 divided by A1 plus L2 by A2. So L1 is the length of the first segment, it is 90 divided by A1 is 50 mm square plus 120 is the length of the second segment and 100 mm square is the area of the second segment. So total deformation will be getting us 2.4 mm. So നമ്മൾ യൂണിറ്റ് ന്യൂട്ടണിലും mm-ലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ deformation will be in mm. So one more problem നോക്കാം. A compound bar ABC 1.5 meter long is made of two parts of aluminium and steel, and that of cross-section area of aluminium is twice that of steel bar. The rod is subjected to an axial tensile load of 200 kN. If the elongation of the aluminium and the steel parts are equal, find the length of two parts of the compound bar. Take E for the steel as 200 GPa and E for the aluminium as 1/3 of E for the steel. The question ഒന്നുകൂടെ വായിച്ച് നോക്കി പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കുക. സോ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരു കോമ്പൗണ്ട് ബാർ ആണ്. ഒരു കോമ്പൗണ്ട് ബാർ ഒരു സർഫസിൽ നിന്ന് ഹാങ് ചെയ്തിരിപ്പുണ്ട്. അത് മെയ്ഡ് ചെയ്തിരിക്കുന്നത് അലൂമിനിയവും സ്റ്റീലും കൊണ്ടാണ്. ഓക്കെ, ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് ഓഫ് ദി കോമ്പൗണ്ട് ബാർ എന്ന് പറയുന്നത് 1.5 മീറ്റർ ആണ്. അതിൽ ഒരു ടെൻസൈൽ ലോഡ് 200 kN ആക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഫോർ സ്റ്റീൽ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അലൂമിനിയം തന്നിട്ടുണ്ട്. ഒരു കണ്ടീഷൻ നമുക്ക് പറഞ്ഞിരിക്കുന്ന ഈ കണ്ടീഷൻ നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. ആൻഡ് ഇവിടെ ക്രോസ് സെക്ഷൻ ഏരിയ തന്നിരിക്കുന്നത് ദ ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് അലൂമിനിയം ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് സ്റ്റീൽ ബാർ. സ്റ്റീൽ ബാറിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ AS ആണെങ്കിൽ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത് 2 times AS ആയിരിക്കും. ആൻഡ് സെക്കൻഡ് തിങ് പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ ഇലോങ്ങേഷൻ ഓഫ് ദി അലൂമിനിയം ആൻഡ് സ്റ്റീൽ പ്ലേറ്റ്സ് ആർ ഈക്വൽ. സോ ഇവിടെ ഉണ്ടാവുന്ന ഡിഫോർമേഷൻ ഓഫ് അലൂമിനിയം ആൻഡ് സ്റ്റീല് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ വാല്യൂസ് രണ്ടും ഈക്വൽ ആയിരിക്കും. സോ ഈ ഒരു കണ്ടീഷനിൽ നിന്നാണ് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി ടു പാർട്സ് ഓഫ് ദി കോമ്പൗണ്ട് ബാർ. വി ആർ നീഡ് ടു ഫൈൻഡ് ദി LA ആൻഡ് LS. സോ ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പാരാമീറ്റേഴ്സ് ഒന്ന് നോട്ട് ചെയ്യണം, അതുപോലെ തന്നെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുകയും വേണം. സോ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് എല്ലാം നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്തു. ലെങ്ത് ഓഫ് ദി ബാർ തന്നിട്ടുണ്ട്, ടോട്ടൽ ഇറ്റ് ഈസ് 1.5 into 10⁻³ mm. ആൻഡ് ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് അലൂമിനിയം ഈസ് 2 times that of steel. Axial tensile load of 200 kN, 200 into 10⁻³ Newton. Modulus of elasticity of steel is given as 200 GPa and 200 into 10⁻³ Newton per mm square. And the modulus of elasticity of aluminium, it is 1/3 of E for the steel. So 1/3 of ES is 200 into 10⁻³ divided by 3 Newton per mm square. ഇത്രയും പാരാമീറ്റേഴ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് വേണം നമുക്ക് length of the aluminum bar as LA and LS is the length of the steel part. Okay, ഇനി നമുക്ക് തന്നിരിക്കുന്ന അടുത്തായിട്ട് നമുക്ക് ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ലെങ്ത് ഓഫ് ദി അലൂമിനിയം ഓർ ഇലോങ്ങേഷൻ ഓഫ് ദി അലൂമിനിയം ആൻഡ് സ്റ്റീൽ പാർട്സ് ആർ ഈക്വൽ. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അലൂമിനിയത്തിൽ ഉണ്ടാകുന്ന ഡിഫോർമേഷൻ കണ്ടുപിടിക്കുന്നു, അതുപോലെ തന്നെ സ്റ്റീലിനുണ്ടാകുന്ന ഡിഫോർമേഷൻ കണ്ടുപിടിക്കുന്നു. അത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുന്നു. ഇലോങ്ങേഷൻ ഓഫ് ദി അലൂമിനിയം പാർട്ട് AB. So that is equal to PL by AE. So P is what? It is 200 into 10⁻³ and LA is the length of the aluminium. So we don't know that value, that is LA divided by area of the aluminium. So area of the aluminium is 2 times AS. So we put as such 2 into AS and into modulus of elasticity of aluminium is 1/3 of steel, that is 200 into 10⁻³ divided by 3. So on solving we get 1.5 LA divided by AS as the deformation of aluminium. Okay, that is put as 1. And second we find the elongation of the steel part BC. So that again is equal to PL by AE. P is the load, that is 200 into 10⁻³ into LS is the length of the steel part divided by AS is the area of the steel into the modulus of elasticity of steel is 200 into 10⁻³. So on solving we get LS by AS as the deformation or elongation of the part BC due to external load 200 kN. So നമുക്ക് ഇത്രയും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തായിട്ട് ചെയ്യേണ്ടത് എന്താണ്?
നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ വെച്ചിട്ട് ഈ ഉണ്ടാവുന്ന ഡിഫോർമേഷൻ ഓഫ് അലൂമിനിയം ആൻഡ് സ്റ്റീൽ ബാർ ഈക്വൽ ആണ്. സോ ആ കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. സിൻസ് elongation of the aluminum and steel part are equal, equating the equation 1 and 2. ഓക്കെ, ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റിനകത്ത് 1.5 LA ഡിവൈഡഡ് ബൈ AS ഈസ് ഈക്വൽ ടു LS ബൈ AS എന്ന് കിട്ടുന്നതായിരിക്കും. സോ AS എന്ന് പറഞ്ഞാൽ ബോത്ത് സൈഡിലും കട്ടായി പോകും. സോ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണ്? LS ഈസ് ഈക്വൽ ടു 1.5 LA. അതായത് ലെങ്ത് ഓഫ് ദി സ്റ്റീൽ പാർട്ട് വിൽ ബി 1.5 ടൈംസ് ലെങ്ത് ഓഫ് ദി അലൂമിനിയം പാർട്ട് ആയിരിക്കും. അതോടൊപ്പം നമുക്കറിയാം ടോട്ടൽ ലെങ്ത് ഓഫ് ദി ബാർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ. സോ LS പ്ലസ് LA ഈസ് ഈക്വൽ ടു 1.5 meter or 1.5 into 10 raised to 3 mm. So 1.5 into 10 raised to 3 mm is equal to LA plus LS. So LA plus LS is 1.5 LA. So we get it is 2.5 LA as 1.5 into 10 raised to 3, from which we get the value of LA as 1.5 into 10 raised to 3 divided by 2.5, that is 600 mm. Similarly, we can find the LS value as 1.5 into LA, that is equal to 900 mm.